കേരളത്തിൽ ജനുവരി പകുതി പിന്നിട്ടിട്ടും രാത്രി കാലങ്ങളിൽ കടുത്ത തണുപ്പ് തുടരുന്നത് ജനജീവിതത്തെ സ്വാധീനിക്കുന്നു. സാധാരണയായി ജനുവരി ആദ്യവാരത്തോടെ തണുപ്പ് കുറയാറുള്ളതാണെങ്കിലും ഇത്തവണ ജനുവരി അവസാനം വരെയെങ്കിലും ഈ ശൈത്യം നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. വടക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലുമാണ് തണുപ്പ് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടുന്നത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ലാ നീന പ്രതിഭാസമാണ് ഇത്തവണത്തെ നീണ്ടു നിൽക്കുന്ന തണുപ്പിന് പ്രധാന കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം അസാധാരണമാംവിധം തണുക്കുന്ന അവസ്ഥയാണിത്. ഈ പ്രതിഭാസം ആഗോള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തണുപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കേരളത്തിലെ അന്തരീക്ഷ ഊഷ്മാവിനെ നേരിട്ട് ബാധിക്കാറുണ്ട്. ലാനിന സജീവമാകുന്ന വർഷങ്ങളിൽ ശൈത്യകാലം ദൈർഘ്യമേറിയതാക്കുകയും രാത്രികാല താപനില സാധാരണയേക്കാൾ താഴേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇടയ്ക്ക് മഴ ലഭിക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തെ ഈ തണുപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് മുന്നോടിയായുള്ള ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. നാളെ മുതൽ ബുധനാഴ്ച വരെ കേരളത്തിലെ വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ അപ്രതീക്ഷിത മഴയ്ക്ക് കാരണമാകുന്നത്. നിലവിൽ ഈ ന്യൂനമർദ്ദം ദുർബലമായിട്ടുണ്ടെങ്കിലും ഇതിന്റെ സ്വാധീനം മൂലം കേരള തീരത്തും ഉൾനാടൻ പ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷവും നേരിയ മഴയും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കേരളത്തിൽ വേനൽ മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ഇത് കർഷകർക്ക് നേരിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. എന്നാൽ മഴയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ആശങ്കാജനകമാണ്. ഒക്ടോബറിൽ തുടങ്ങി ജനുവരിയിൽ അവസാനിക്കുന്ന വടക്ക് കിഴക്കൻ വർഷകാലം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലയായി മലപ്പുറം മാറി. സാധാരണ നിലയിൽ തുലാമാസത്തിൽ മലപ്പുറം ജില്ലയിൽ ലഭിക്കേണ്ടത് 459.8 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ ലഭിച്ചത് വെറും 306.5 മില്ലിമീറ്റർ മാത്രമാണ്. അതായത് ഏകദേശം 33% മഴക്കുറവാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന കടുത്ത വേനലിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. തുലാവർഷത്തിൽ മാത്രമല്ല, ഇടവപ്പാതിയിലും മലപ്പുറം ജില്ലയെ മഴ കൈവിട്ടിരുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സാധാരണ ലഭിക്കാറുള്ള 1956 മില്ലിമീറ്റർ മഴയുടെ സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് 1420 മില്ലിമീറ്റർ മാത്രമാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ മാത്രം 27% കുറവുണ്ടായി. തുടർച്ചയായി 2 പ്രധാന മഴക്കാലങ്ങളിലും മഴ ഗണ്യമായി കുറഞ്ഞതോടെ മലപ്പുറം ജില്ലയിൽ ഭൂഗർഭ ജലവിധാനം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി വരളുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിൽ കടുത്ത ശുദ്ധജല ക്ഷാമത്തിന് വഴി തെളിയിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളും ജില്ലാ ഭരണകൂടവും. ഇനി ജില്ലയുടെ ഏക പ്രതീക്ഷ വരാനിരിക്കുന്ന വേനൽ മഴയിലാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലഭിക്കേണ്ട വേനൽ മഴ കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ മലപ്പുറത്തെ കാർഷിക മേഖലയും തകർച്ചയെ നേരിടേണ്ടി വരും. തെങ്ങ്, കമുങ്ങ് തുടങ്ങിയ കൃഷികളെ ഇത് സാരമായി ബാധിക്കും. മലപ്പുറം പോലെ തന്നെ മറ്റ് വടക്കൻ ജില്ലകളിലും ഇത്തവണ മഴയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ഒഴികെയുള്ള കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ തുലാവർഷം പ്രതീക്ഷിച്ചത്ര ലഭിച്ചില്ല. വടക്കൻ കേരളം വലിയൊരു വരൾച്ച ഭീഷണിയിലേക്കാണ് നീങ്ങുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് തെക്കൻ കേരളത്തിൽ സ്ഥിതി താരതമ്യേന മെച്ചപ്പെട്ടതാണ്. കൊല്ലം, ഇടുക്കി എന്നീ ജില്ലകൾ ഒഴികെയുള്ള തെക്കൻ ജില്ലകളിൽ ഇത്തവണ തുലാവർഷം സാധാരണ നിലയിൽ ലഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ശരാശരി മഴ രേഖപ്പെടുത്തിയത് തെക്കൻ മേഖലയിലെ ജലസ്രോതസ്സുകൾക്ക് കരുത്തേകി. കേരളത്തിന്റെ വാർഷിക മഴ ലഭ്യതയുടെ സിംഹഭാഗവും ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലാണ്. വടക്ക് കിഴക്കൻ കാലവർഷത്തിലൂടെ ഏകദേശം 20% മഴയും ലഭിക്കുന്നു. ഈ 2 കാലവർഷങ്ങളും കുറയുന്നത് സംസ്ഥാനത്തിന്റെ ഊർജ്ജ കാർഷിക മേഖലകളെ പ്രതിസന്ധിയിലാക്കും. ലഭ്യമായ മഴയുടെ അളവ് കുറയുന്നത് വൈദ്യുതി ഉൽപാദനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് കുറയുന്നത് വേനൽക്കാലത്ത് ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് KSEBയെ നയിച്ചേക്കാം. നിലവിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ഡാമുകളിൽ ജലനിരപ്പ് നിരീക്ഷിച്ചു വരികയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ രീതികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുകയും പിന്നീട് ദീർഘകാലം മഴയില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് പുതിയ പ്രതിഭാസമാണ്. ഇത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. മലപ്പുറത്തെ മഴക്കുറവ് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മുൻകരുതൽ നടപടികൾ ആവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ജലസംരക്ഷണ പദ്ധതികൾ ഊർജിതമാക്കുകയും തടയണകൾ നിർമ്മിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുകയും വേണം. ശൈത്യം തുടരുന്നത് പകർച്ചവ്യാധികൾക്കും കാരണമായേക്കാം. രാത്രിയിലെ കടുത്ത തണുപ്പും പകൽ അനുഭവപ്പെടുന്ന ചൂടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും വൈറൽ പനിയും പടരാൻ ഈ കാലാവസ്ഥ അനുകൂലമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ കൃഷിപ്പണികളെയും ബാധിക്കും. നെൽകൃഷി ഇറക്കിയ കർഷകർ വരും മാസങ്ങളിലെ ജലലഭ്യതയെക്കുറിച്ച് ആശങ്കയിലാണ്. പുഴകളിലെ ഒഴുക്ക് കുറയുന്നത് കനാൽ ജലസേചനത്തെയും പ്രതിസന്ധിയിലാക്കും. സംസ്ഥാനത്തെ മൊത്തം കണക്കെടുത്താൽ മഴയുടെ വിതരണത്തിൽ വലിയ അസമത്വമാണ് ദൃശ്യമാകുന്നത്. ചിലയിടങ്ങളിൽ പ്രളയ സമാനമായ മഴ പെയ്യുമ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ മരുഭൂമിക്ക് സമാനമായ വരൾച്ച അനുഭവപ്പെടുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ ലാനിന പ്രതിഭാസം മൂലമുള്ള തണുപ്പും വടക്കൻ ജില്ലകളിലെ മഴക്കുറവും കേരളത്തിന് ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. വരും മാസങ്ങളിലെ വേനൽ മഴയും ന്യൂനമർദ്ദങ്ങളെയും ആശ്രയിച്ചായിരിക്കും
കേരളത്തിന്റെ വരാനിരിക്കുന്ന ജലലഭ്യതയും കാർഷിക ഭാവിയും.